ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഗ്രീൻ പീസ് വടയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണിത്. പരിപ്പ് വടയേക്കാൾ കൂടുതൽ ടേസ്റ്റുള്ള ഈ ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഗ്രീൻ പീസാണിത്. ഫ്രോസൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല, നല്ലപോലെ അരയാനും പാടില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവസാനമായി അരച്ചെടുക്കുന്ന ഗ്രീൻ പീസിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളിയും 3 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത പച്ചമുളകും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി അരച്ചെടുത്ത് ആദ്യമേ അരച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് ഇട്ടുകൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് മല്ലിച്ചപ്പും 2 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും കൂടി അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഇനി ഒരു ബോൾ സൈസിലെടുത്തിട്ട് വടൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നത്. അഥവാ നിങ്ങളുടെ അടുത്ത് നിന്ന് വെള്ളം കൂടിപ്പോയാൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർത്ത് ടൈറ്റാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അങ്ങനെ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട റെഡിയായി. നല്ല ചൂട് ചായൻ്റെ കൂടിയൊക്കെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.